ഇവിടെ നിന്നാണ് വാഗമണ്ണിലേക്കുള്ള ഓഫ് റോഡ് യാത്ര ആരംഭിക്കുന്നത്. മുണ്ടക്കയത്ത് നിന്നും കുട്ടിക്കാനം ഒന്നും പോകാതെ നേരെ ഇളങ്കാട് നിന്ന് ആരംഭിക്കുന്നു. അപ്പം ആ കാണുന്ന ടോപ്പിലാണ് വാഗമൺ. അവിടെ കാണുന്ന ഏറ്റവും ടോപ്പിൽ നമ്മൾ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. മുണ്ടക്കയത്ത് നിന്ന് നേരെ ഇളങ്കാട് റൂട്ടിൽ ഇവിടുന്ന് ഏകദേശം 13 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ വാഗമണ്ണിൽ. ഇതാണ് റോഡ്, ഓഫ് റോഡാണ്. ഇതിൽ നമ്മൾ നേരെ വാഗമണ്ണിൽ കയറാൻ പോകും. നമ്മൾ പതിവായിട്ട് പോകുന്ന വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ടക്കയം, കുട്ടിക്കാനം, ഏലപ്പാറ അല്ലെങ്കിൽ ഈരാറ്റുപേട്ടയിൽ നിന്ന് വാഗമൺ അങ്ങനെയുള്ള റൂട്ടാണ്. എന്നാൽ ഇത് നേരെ മുണ്ടക്കയത്ത് നിന്ന് കൂട്ടിക്കൽ നിന്ന് നേരെ ഇളങ്കാട്. നമ്മുടെ കൂട്ടിക്കൽ നിന്ന് പോരുമ്പോഴൊക്കെ ഉള്ള ഒരു മനോഹരമായ ഒരു കാഴ്ചകളൊക്കെ കണ്ടാണ് നമുക്ക് പോരാൻ പറ്റുന്നത്. നമ്മൾ നേരെ വന്ന് ഇളങ്കാട്ടിൽ നിന്നാണ് നമുക്ക് ഓഫ് റോഡ് ആരംഭിക്കുന്നത്. ഓഫ് റോഡ് എന്ന് നമുക്ക് മുഴുവനായിട്ട് പറയാൻ പറ്റില്ല. ഒരു അത്യാവശ്യം റോഡ് ഒരു പോയി കിടക്കുന്ന ഒരു റോഡാണ്. നമുക്ക് ഫുള്ള് കല്ലും ഒക്കെയാണ് കിടക്കുന്നത്. നമുക്ക് ഈ റോഡിലുള്ള ഏറ്റവും ഭംഗിയായിട്ടുള്ളതെന്ന് വെച്ചാൽ മൺസൂണിൽ നമ്മൾ ഈ റോഡിൽ കൂടെ വരുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ, അരുവികൾ, അങ്ങനെയുള്ള കുറച്ച് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഈ റോഡിലൂടെ യാത്ര ചെയ്യാൻ പറ്റും. ഈ റോഡിൽ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. 1-2 വീടുകളൊക്കെ മാത്രമേ ഉള്ളൂ. ഒരു വിജനമായ ഒരു വഴിയാണ്. കാടിൻ്റെ നടുവിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന പോലെ ഇരിക്കും. നമ്മൾ വാഗമൺ എടുക്കാറായപ്പോൾ നല്ല അടിപൊളി മഴ പെയ്തു കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞപ്പം മഞ്ഞ് കയറാൻ തുടങ്ങി. മഞ്ഞും തണുപ്പും മഴയെല്ലാം ആയിട്ട് ഒരു അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ അങ്ങോട്ട് മഞ്ഞിലൂടെയായിരുന്നു പിന്നീടുള്ള യാത്ര. അടിപൊളി ഒരു ക്ലൈമറ്റ്. നമ്മുടെ ഈ റോഡ് ചെന്ന് നേരെ കയറുന്ന നമ്മുടെ ടാറ്റാ ഹാരിയർ കയറിയ തങ്ങൾപ്പാറ വാഗമൺ റോഡിലേക്കാണ് കേട്ടോ. ഇവിടെയാണ് നിരവധി റിസോർട്ടുകളും കാര്യങ്ങളും എല്ലാം ഈ റോഡിലുണ്ട്. നമുക്ക് തങ്ങൾപ്പാറയൊന്നും കാണത്തില്ല, കാരണം ഫുള്ള് മഞ്ഞ് മൂടി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്തായാലും എല്ലാവരും ഒന്ന് വൺസ് ഈ റോഡൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. നല്ല അടിപൊളി ഒരു യാത്രാനുഭവം ഉണ്ടാവും.